ജാസ് പറയാണേ ഇങ്ങനെ റിവ്യൂ നല്ല രസമുണ്ടെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 6 ഞാൻ എങ്ങനെ കാണാതിരിക്കും? നിങ്ങൾ പറ. ഇതാ എന്റെ സൂര്യല്ലേ? ആരും തെറി പറയരുത്. അയൺ ചെയ്ത സൂര്യ എന്നാ ഞാൻ ഉദ്ദേശിച്ചേ. ജിൻഡോ ഈ ശല്യങ്ങൾ ഉറങ്ങാനും സമ്മതിക്കില്ലല്ലോ. രാവിലെ 10:50 ഗ്യാസ് കോമ്പോ രാവിലെ തന്നെ ഗ്യാസ് അടിച്ചു തുടങ്ങിയ ഗബ്രി. നീ ഞാനിവിടെ ഔട്ടാവണമെന്നാണ് ചിന്തിക്കണേ. മുഖത്തുള്ള ഈ ചിരി ഉണ്ടല്ലോ, ഇത് പോ. എനിക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ചായാനൊരു തോട് കാണുമല്ലോ, അതെനിക്ക് ഇവിടെ നീയാണ്. ഇതൊക്കെ കൊറേ കേട്ടുണ്ട്. ഇതാരോ വേറെന്തോ വച്ച് തേച്ചിട്ട് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അപ്സർ ചേച്ചിയുടെ ബ്രഷ് എടുത്ത് ആരോ എന്തോ ചെയ്തു. ഞാൻ സ്ഥിരം വെക്കുന്ന സ്ഥലത്തല്ലാതെ വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടേക്കുന്നു. ആരായാലും ഒരു ബ്രഷ് വെച്ച് രണ്ടുപേർക്ക് വെക്കാൻ പറ്റില്ല. എന്നാലും എന്തായിരിക്കും ആ ചെയ്തത്? ഉച്ചയ്ക്ക് 12:45 ഇവരിതുവരെ പോയില്ലേ? 2 മണിക്കൂറായി അവിടെ ഇരിക്കണ്. എന്റെ ഒപ്പം കൂടിയത് നന്നായി. നമ്മുടെ രതീഷേട്ടൻ എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്, നമുക്ക് കേൾക്കാന്താന്ന്. പക്ഷെ ഈ സ്ട്രാറ്റജി പൊളിയൂട്ടാ. ഈ സ്ട്രാറ്റജി പൊളിയും ജാസ്മിൻ അവനൊരു പാവമാണെന്ന്. ഈ സമയത്ത് ഗബ്രിയും ജാസ്മിനും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക, പുല്ല് നമ്മുടെ പ്ലാൻ ഒക്കെ ഈ രതീഷേട്ടന് മനസ്സിലായില്ലോ ദൈവമേ. അല്ല ആങ്ങളാ. രതീഷ് ഇവൻ നിനക്ക് ആങ്ങളെയാണ് മോടെ. ജാസ്മിൻ ആങ്ങളാന്ന് പറയില്ലടാ, ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ട്. ഗബ്രി നിന്റെ ആങ്ങളെയാണ്. രതീഷ് ആങ്ങള എന്ന് മുമ്പേ പറഞ്ഞു. ജാസ്മിൻ എന്നാ കാമുകൻ അല്ല. പിന്നെ നിങ്ങൾക്ക് പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നമില്ല. എന്റെ പൊന്നു രതീഷേട്ടൻ, നിങ്ങൾ ആങ്ങളാന്ന് പറഞ്ഞ പിന്നെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവില്ല. ഫ്രണ്ട് ആണെങ്കിലല്ലേ അതിലൊരു ബെസ്റ്റി ലൈൻ ഉള്ളൂ. നല്ല ആക്ടിങ് കേട്ടോ, അടിപൊളി ആക്ടിങ്. നിങ്ങൾക്കെങ്കിലും ഇത് സ്ട്രാറ്റജി ആണെന്ന് എടുത്തു പറയാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ, അത് മതി. സുരേഷേട്ടൻ നല്ല ബുദ്ധിമാനാ. അതിനുശേഷം നമ്മുടെ ശ്രദ്ധ ഒരു റൂമിലേക്ക് പോവാണ്. അവിടെ ചിന്തോ ചേട്ടനും രതീഷും അൻസിബി ഇരുന്നെന്തോ വർത്താനം പറയാം, കേക്കാം. ആ കാർഡ് ഉപയോഗിച്ച് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല. അതെന്തായാലും നിനക്ക് അറിയാത്ത? 2 ദിവസമായിട്ട് ഞാൻ നോട്ട് ചെയ്യാ. അടുത്ത് എനിക്ക് പേടിയാവും. അച്ചടാ ചേട്ടന് പേടിയാവണ്ട. എനിക്ക് തോന്നുന്നത് അയാൾ മനസ്സുകൊണ്ട് പെണ്ണാ. അയാൾ എന്റെ പിന്നാലെ അയാളൊരു പെണ്ണാണ്. അയാളുടെ നോട്ടവും ഭാവവും അയാളുടെ നടത്തും അയാൾ എന്റെ എക്സ്പ്രഷനും എന്നെ ട്യൂൺ ചെയ്യാൻ പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. ട്യൂൺ ചെയ്യാൻ പറ്റിയൊരു ചടുക്ക്. രാവിലെ ബാത്റൂമിൽ വന്നു, ഞാൻ വേഗം പുറത്തേക്ക് പോയി. അപ്പൊ നിനക്കറിയില്ലേ, നമ്മുടെ സുരേഷ് ചേട്ടൻ സണ്ണി ചേച്ചിയുടെ കൂടെ മസ്തി സാധന അഭിനയിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഈ അൻസിബേനെ വിളിച്ചിരുത്തി പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അൻസിബിക്കില്ല. അതാണ്. അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അത് കഴിഞ്ഞപ്പോ അവിടെ ആൾക്കാരെല്ലാരും കൂടി എന്തോ അന്വേഷിക്കുന്നുണ്ട്. എന്താ നോക്കാം. നമ്മുടെ സുരേഷ് ചേട്ടന്റെ നടുവിരലിൽ കിടന്ന് മോതിരം കാണാനില്ല. ജിൻഡോ എന്താ ചോദിക്കണ്ടോ? അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുവാന്നേ. ഒരിക്കലും പോവില്ല അത്. ഇയാൾക്ക് അഭിനയിച്ച് കൊള്ളാകൂട്ടാ. ഇയാൾ ഇത്തിരി ഓവറല്ലേ. ഇതാരിപ്പോ ഇവിടെ സൈറൻ അടിച്ചേ? സിഐഡി രാംദാസ്. അപ്പൊ കണ്ടസ്റ്റൻസ് നമ്മുടെ മറ്റേ പെയിന്റിന്റെ പരസ്യത്തിൽ നിന്ന് വന്നതുപോലെ തന്നെയുണ്ട്. ലാലേട്ടൻ ഷൂട്ടിങ്ങിലാണ്, ഞാനൊരു CID ആണ്. പക്ഷെ ഇത് കണ്ടപ്പോഴേ എനിക്ക് രാംദാസ് പറഞ്ഞത് ശരിയാന്ന് തോന്നി. ഇത് ഞങ്ങളുടെ ലാലേട്ടനല്ല, ഞങ്ങളുടെ ലാലേട്ടൻ ഇങ്ങനെയല്ല. ടാറ്റ കൊടുക്കുമ്പോ എല്ലാരും ഇരിക്കുമ്പോ നീ എന്തിനാണ് എനിക്കണേ സീജോ? ഗൈസ് ഇത് പ്രാങ്ക് ആയിരുന്നു. ഞങ്ങക്ക് മനസ്സിലായേ ഇല്ല. ഊരി വെച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിൻ. അപ്പൊ ഇത്ര നേരം ഒച്ച വെച്ച് ഞാൻ പൊട്ടനാ? അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരുന്നു? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. ഇവരുടെ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നതിനാണോ ഈ പ്രാങ്ക് എന്ന് പറയാ? മറ്റവരെയും കൂടി ഇടപെടുത്തി അവരെ പറ്റിക്കുന്നതല്ലേ പ്രാങ്ക്? എന്തെങ്കിലും ആവട്ടെ. എടാ സിജോ രതീഷേട്ടൻ നിങ്ങൾ ഊക്കിയതാണ്, നിങ്ങക്ക് മനസ്സിലായില്ലേ? ജോൺ മോനി. അതിനുശേഷം നമ്മുടെ പവർ ഹൗസിന്റെ പവർ കളയാനുള്ള ടാസ്ക് ആണ്. അത് നമുക്ക് എന്താന്ന് നോക്കാം. അതായത് പവർ ഹൗസിൽ ഇപ്പൊ ഉള്ള മെമ്പേഴ്സ് ആ കസേരയിൽ വന്നിട്ട് ഇരിക്കണം. ഒരു എക്സ്പ്രഷനും ഇടരുത്, അനങ്ങാനും പാടില്ല. സിജോന്റെ ടീം വന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കും, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കിട്ട് വരാം.
അങ്ങനെ ജാനുമണി അണങ്ങിയില്ല, നിഷാന് അണങ്ങിയില്ല. അത് കഴിഞ്ഞ് വന്നടാ നമ്മുടെ യമുന റാണി ചേച്ചി. രതീഷ്, ഇവിടെ എനിക്ക് ഷൈൻ ചെയ്യാൻ ചാൻസ് ഒന്നുമില്ല. യമുന റാണി ചേച്ചിക്ക് ഇത്തിരി സപ്പോർട്ട് കൊടുത്തേക്കാം. ചേച്ചി, അപ്പൊ യമുന ചേച്ചി പോടാ പോണു കേട്ടാ, പോവാൻ പറ്റണില്ലല്ലോ. ഏറ്റവും കൂടുതൽ അങ്ങനെ ശരണ്യ വീണ് കളിച്ചപ്പോ യമുന ചേച്ചിക്ക് എന്തോ എക്സ്പ്രഷൻ വന്നു. യമുന ചേച്ചി ഔട്ട്. അടുത്തതായിട്ടുള്ള നമ്മുടെ ഈ ബാത്റൂമിൽ കയറി ചേച്ചി അനങ്ങാതിരുന്നതോടെ പവർ ഹൗസ് ജയിച്ചു. ഈ ചാതി തോൽവി പവർ ടീമിന് തന്നെ പിന്നെയും പവർ കൊടുക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ടാസ്ക് കൊടുത്താൽ ബിഗ് ബോസിന് എന്റെ അഭിനന്ദനങ്ങൾ. അടുത്ത ആഴ്ചയും മിണ്ടാതിരി, ഫുഡ് തരില്ല, അവിടെ പോയിരി എന്നുള്ള LKG പിള്ളേരുടെ ഇത് കേൾക്കേണ്ടി വരില്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് രതീഷ്, ഇവിടെ ഡാൻസ് കളിക്കാൻ പറ്റില്ല, ഇത് ആക്ടിവിറ്റി ഏരിയ ആണ് എന്ന് ഞാൻ ഈ കസേര കയറിയിരിക്കും. അപ്പൊ എല്ലാവരും താനവിടെ ഇരുന്നോ, ഞങ്ങളൊക്കെ പോവാ. രതീഷ് അപമാനമാണല്ലോ ദൈവമേ. അതിനുശേഷം നമ്മുടെ ശ്രദ്ധ പോകുന്നത് ജയിൽ നോമിനേഷനിലേക്കാണ്. നമ്മുടെ പവർ ടീമിന് ഒരു അധികാരമുണ്ട്, ഒരാളെ ഡയറക്റ്റ് ജയിൽ നോമിനേഷനിലേക്ക് ആക്കാൻ വേണ്ടിട്ട്. പവർ ടീമാരെ തെരഞ്ഞെടുത്ത് നോക്കാം. ജിൻഡോ ചേട്ടനെയാണ്. അതിനുശേഷം ഓരോരുത്തരെ വന്ന് നോമിനേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. രതീഷ് ആദ്യം. ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് അർജുനാണെന്ന് നമ്മുടെ അർജുനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിട്ട് രതീഷിന് ഇതുവരെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പുള്ളി നൈസ് ആയിട്ട് കളിച്ച് അർജുനെ പ്രൊവോക്ക് ചെയ്തു. ജിൻഡോ ചേട്ടൻ ഒബ്വിയസ്ലി രതീഷിനെ സെലക്ട് ചെയ്യുള്ളൂ, കാരണം അവര് പ്ലാൻ ചെയ്തതാണല്ലോ ജയിലിൽ പോക്ക്. പിന്നീട് വന്ന എല്ലാവരും രതീഷിനെ സെലക്ട് ചെയ്തു. 1-2 പേര് നമ്മുടെ റോക്കി ബൈനെ സെലക്ട് ചെയ്തു. ഇതുപോലെ ഇരട്ടത്താപ്പുള്ള വ്യക്തി എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അർജുൻ പ്രൊവോക്ക് ആയെന്ന്, അതിന്റെ കാര്യങ്ങളാണ് ഈ കാണുന്നത്. അത് രതീഷേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. പുള്ളി സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞ വാക്ക് ജാനുമണിക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല. എത്ര കേസ് തന്നു? 5 കേസ്. എടാ സുരേഷ് കള്ള, നീ അത് എണ്ണിയും വെച്ചാ നല്ല ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുണ്ടല്ലോ. സുരേഷ് എന്തോ മാസ് ഡയലോഗ് അടിക്കാൻ വരുന്നുണ്ട്, കണ്ടുനോക്കാം. പിന്നെ ഇന്റൻഷണൽ സെക്ഷൽ ഹാരസ്മെന്റ് എന്നെ നോ വാട്ട് ഐ എം. എന്റെ മകൻ ഇത് വിചാരിക്കും ഓ മൈ ഗോഡ് പപ്പ അടിക്കാണ്ടിരുന്നത് നിനക്ക് മനസ്സിലായില്ല? 4-5 ചേർത്ത് തന്നിണ്ടാവും. ഒട്ടും മനസ്സിലായില്ല. പപ്പയുടെ കയ്യിന് കൊടുത്തയാൾ പപ്പ എന്നുള്ള വിളി കേട്ടിട്ട് നിങ്ങക്ക് മനസ്സിലായില്ല? രതീഷ് ചേട്ടാ, നിങ്ങളൊന്ന് സൂക്ഷിച്ചോ. നമ്മുടെ സുരേഷ് ചേട്ടന്റെ ടീംസ് ആണ് രാൺവിജയ് സിംഗ്. നിങ്ങളെ ഇവിടെ നിന്നും പുറത്താക്കുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് രതീഷ് ചേട്ടനോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ. ജിൻഡോ രതീഷിനോട്, എടാ മണ്ട മിണ്ടാതിരിക്കുന്നെങ്കിൽ നിന്നെ പുറത്താക്കും. സുരേഷ് ചേട്ടൻ ഗേ ആണെന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ ഹൻസിക ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയേക്കാം. സുരേഷ് ഓൺ ഫയർ. രതീഷ്, ഹിന്ദി അറിയാത്തതിനോട് ഹിന്ദിയിൽ തെറി പറയുന്നോടാ, ധൈര്യം മലയാളത്തിൽ പറയടാ. ബൈ ദ ബൈ, ഹൻസിക പുള്ളി ഗേ എന്ന് പറഞ്ഞിട്ടില്ല, പുള്ളി പെണ്ണിന്റെ മനസ്സെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. അതിന്റെ ഇടയ്ക്ക് ജാൻമണി എന്തോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി എടുത്തോ. നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ അച്ചടി ഭാഷയിൽ ചൂടാവുന്നത് കേട്ടിട്ടുണ്ടാ? ഇല്ലേ? ദേ കണ്ടോ, പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സുരേഷ് എന്നിട്ട് ഞാൻ തീരുമാനിക്കും. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് ജിൻഡോ, ഞാനിപ്പോ മിണ്ടില്ല മോനെ. ഞാൻ മിണ്ടി കഴിഞ്ഞിട്ട് എല്ലാരും കൂടി എന്റെ തലക്ക് കയറാനല്ലേ, ഞാൻ മിണ്ടില്ല. എന്തിനാണ് ഷൗട്ട് ചെയ്തത്? അത് കഴിഞ്ഞ് ഒടുക്കത്തെ വഴക്കായി കഴിഞ്ഞപ്പോ സുജോനെയും രതീഷിനെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. അവിടെ കുറച്ച് കോമഡി ഉണ്ടായി, നമുക്ക് കണ്ടിട്ട് വരാം. പ്രഷർ കൂടിയിട്ടാ സർ. പ്രഷർ കൂടിയിട്ടാണെന്നൊക്കെ. പ്രഷർ കൂടിയാൽ ഇങ്ങനെയാണോ? എനിക്ക് പ്രഷർ കൂടി ഇങ്ങനെയാണ്. ഇന്ത്യ ബിഗ് ബോസിന് വല്ല കുഴപ്പമുണ്ടോ? അറിയാതെ പറ്റിപ്പോണതാണ് സാർ. ഞാനൊരു ചേട്ടനായിട്ട് കരുതി. നിങ്ങളുടെ നാടകം ഇവിടെ ആവശ്യമില്ല. ബിഗ് ബോസ് കോമഡി ആട്ടാ. ഓക്കെ, അത്ര നേരം കരഞ്ഞോണ്ടിരുന്നാണ്. ഓക്കെ എന്നൊക്കെ സാർ ഞാൻ പോകാൻ തയ്യാറാണ് സാർ. അത് കഴിഞ്ഞ് ബിഗ് ബോസ് രണ്ടുപേരോടും പറഞ്ഞു മിണ്ടാതെ പോയിരിക്കാൻ പറഞ്ഞപ്പോ രതീഷ്, ബിഗ് ബോസ് എനിക്ക് പോണം ബിഗ് ബോസ്. ഞാനിത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് സാർ. അച്ചടാ പാവം. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ വരാനും പോകാൻ കഴിയില്ല.
ബിഗ് ബോസ്. സാർ എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാവുന്നത് അത് കാരണമാണ് സാർ. പേടിയുണ്ടാ? അപ്പൊ ഇന്നലെ പറഞ്ഞു ഐ ആം ദ ബെസ്റ്റ് എന്ന്. രതീഷ്, പോകാം. രതീഷ് ബിഗ് ബോസ് തന്നെ നോക്കി തുടങ്ങിയല്ലോ. ശരി എന്നൊക്കെ അതാണ് അതൊക്കെ അൻസിബ ഒരു കൊത്തി തിരുവുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. വർഷത്തിലെ പഠിച്ച ഒരു കച്ചില പച്ച മലയാളം അടിത്തുള്ളൂ. നമ്മുടെ ജാൻമണി ചേച്ചി എന്താ പറയണ്ടത് നിങ്ങൾ കേട്ടോ? ഈ വെടിയിലെ ഞാൻ പറയാൻ പറ്റില്ല. ആളെ എനിക്ക് തികൾ ചെയ്തിട്ട് ഓരോ വേണ്ട മോളെ, ചായം ബജ്ജി ഒന്നും ഇപ്പോൾ. ഇനി ആ ലീഗൽ ഡോക്യുമെന്റ് എടുത്ത് ഈ സുരേഷ് ഏട്ടന്റെ ഒരു കോമഡി ലീഗൽ കേസാക്കുന്നൊക്കെ. കംപ്ലൈന്റ് ആവാ കമ്മ്യൂണിറ്റി. ഓ കമ്മ്യൂണിറ്റിയിലും പരാതി കൊടുക്കാൻ പറ്റും. അത് കൊള്ളാലോ. I will take care of in my car. ശ്ശേ. 95 ശ്രദ്ധിക്കുക. സിജോ അർജുൻ റോക്കി ഒരു കുലുക്കില്ലല്ലോ. തീർച്ചയായിട്ടും പറയണം. വീട്ടിലുള്ള ആൾക്കാർ അത് കഴിഞ്ഞ് രതീഷിനെയും ചിന്തോനെയും ജയിലിലടക്കാൻ പോവാ. അപ്പൊ അതിനു മുമ്പ് രതീഷ് വെള്ളം എടുക്കാൻ പോയപ്പോ ഹൻസിബ നിക്കാണ്. ഇപ്പൊ രതീഷ് താൻ പറഞ്ഞതിനെ പറഞ്ഞത് അത് പറയണം എന്നാ പറഞ്ഞത് ഞാൻ. രതീഷ് മനസ്സിലെ എടി ഫാൻസിബേ മണ്ടി ഇതൊക്കെ എന്റെ പ്ലാൻ ആയിരുന്നടി, നീ എന്റെ പ്ലാനിൽ വന്ന് വീണടി, ഞാൻ ഉദ്ദേശിച്ച മൈലേജ് എനിക്ക് കിട്ടിയടി. അപ്പൊ അതിനു വേണ്ടി തിരിച്ചു പണിതതാണോ അത്? ഫാൻസിബയ്ക്ക് ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടാ, ഞാൻ ഇയാളുടെ പ്ലാനിൽ വീണ. ക്യാപ്റ്റൻ, അതിന്റെ ഇടയ്ക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഇവരെ ജയിലിലിടാൻ വേണ്ടിട്ട്. അപ്പൊ ജിൻഡോ ചേട്ടൻ എടോ ഒരു ചായെങ്കിലും താടാ. ചായ ഒന്നുമില്ല. എന്നാലും ഒരു ചായ കൊടുക്കായിരുന്നു. നാട്ടിലൊരു പെറ്റി കേസും ഇല്ലാത്തന്നെ ജയിലിൽ കിടക്കണം. ആയിരുന്നില്ല മോനെ. എന്നിട്ട് നന്നാവാൻ നോക്കാൻ അത് പറഞ്ഞ. ഇയാള് മുട്ട കോമഡി ആട്ടാ. ഞാൻ നിന്നെ ഉപദേശിക്കണോ നീ മനസ്സിലാക്കി. ജിൻഡോ ഞാൻ പിന്നെ ഉപദേശിക്കുന്നതാടാ. എന്റെ ഉപദേശം അപ്പൊ രതീഷ് നീ എന്നെ ഉപദേശിക്കണ്ട, ആദ്യം സ്വയം നന്നാവും എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാന്ന്. പൈസ മറ്റുള്ള ജയിലിൽ കിടന്ന് എങ്ങനെ ഉണ്ടാവും? ഉണ്ടതിനാണ് കണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ചിരി വന്നു. ഇപ്പൊ തൊട്ടടുത്തിരിക്കുന്ന രതീഷേട്ടന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. ചോറൊന്നും കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ ജിൻഡോഷാന്റെ രതീഷേട്ടനും ബിഗ് ബോസ് കൊടുത്ത ശിക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി തൊലി കളയാ, എന്നിട്ട് അത് ചതച്ച് തിരിച്ചു കൊടുക്കാം. അവിടേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഞാൻ എന്ത് ചെയ്തു? ഇന്ന് അൻസിബയുടെ അടുത്തേക്ക് കേസാ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ രതീഷേട്ടന്റെ ഒരു പ്ലാൻ ആയിരുന്നു. ഹൻസിബ അതിൽ വന്ന് വീണതാണ്. അവിടെ അൻസിബയുണ്ട്, ഇവിടെ അൻസിബയുണ്ട്. പാട്ടപാര അവള് എല്ലാത്തിലും ഹൻസിബ ഉണ്ടെന്നുള്ളതാണെന്നൊക്കെ. മിഠായി അവരെന്നെ ഫുള്ള് തരൂ. രതീഷ് ജാൻമണി അല്ല നിക്കണേ, അവളെ കുറച്ചേരം പറ്റിക്കാം. തക്കില് ചേച്ചിയുടെ കയ്യിലൊക്കെ ഉണ്ടോ? എന്താ തക്കട് ചേറ്റിയ തക്കട് ആരാണ്? എന്റെ കയ്യിലൊക്കെ അല്ല, ചേച്ചിയുടെ കയ്യിലുള്ള തക്കില്. അങ്ങനെ പറ. താക്കോല മനസ്സിലാവേണ്ടത്. എന്റെ ഉള്ളിന്നേ മുറുക്കിന്റെ പാക്കറ്റില് മുറുക്കെന്താന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടെ? മുറുക്കെന്ന് വെച്ചാ പാക്കറ്റിൽ ഇങ്ങനെ വട്ടം. ആ മുറുക്കിന്റെ പേരെന്താ? മുറുക്കിന്റെ പേര് മുറുക്കുന്ന. മുറുക്കിന്റെ പേര് രാധാകൃഷ്ണ മേനോൻ. മതിയാ? എന്നെ നോക്കിയിരിക്കുന്നേ. എന്താ ഇനി നമുക്ക് ജിൻഡോ ചേട്ടന്റെ കുറച്ച് ഫലിതങ്ങൾ കേൾക്കാം. എല്ലാവരോടും ഇവിടെ സുഖം പറഞ്ഞേട്ടാ. എല്ലാവരോടും സുഖാന്നല്ല സുസുഖാന്ന് പറയുള്ളൂ. ഇവിടേക്ക് വന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചോളൂ. അവർ വേറെ പുറത്തിറങ്ങുമ്പോ പോലീസ് അറിഞ്ഞ. ഇപ്പൊ നമ്മുടെ ജിൻഡോ ചേട്ടൻ രതീഷ് ചേട്ടന് സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കാം. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. നീ എല്ലാവരും ഒന്നിച്ചെടുക്കുമ്പോൾ നിനക്ക് എല്ലാവരും ശത്രുക്കളാണ്. ഇയാളില്ലായിരുന്നെങ്കിൽ ഈ സീസൺ തമാശ ഉണ്ടാവില്ലായിരുന്നു. അത് ശരിയാ. സിജോനെ പിടിക്കണം. സിജോനെ എന്താ പിടിക്കാൻ പറഞ്ഞറിയോ? ഇന്നലെ പുള്ളിനെ പിച്ചിയില്. റോക്കിനെയും സിജോനെയും നമ്മൾ പിടിച്ച അവര് തമ്മിൽ ഒന്നാവും. ജിൻഡോ ചേട്ടന്റെ മാസ്റ്റർ പ്ലാൻ. ഒരാഴ്ചയിൽ 2 ആണുങ്ങൾ പിടിക്കണം. ഇയാൾക്ക് ബുദ്ധിമുട്ടാ. നമ്മൾ തമ്മിൽ പ്രശ്നമുള്ള ആൾക്കാർ സുരേഷനെ എടുക്കരുത്. ഒന്നോലെ ഋഷീനെ എടുക്കണം. മറ്റവൻ ക്യാപ്റ്റനായി പുറത്തേക്ക് വരണേ അവനെ എടുക്കണം. എനിക്ക് പെണ്ണുങ്ങൾ ഒരാളെ എടുക്കണം. വേറെ നീ എന്തൊക്കെ പറഞ്ഞ അൻസിബേനെ എടുക്കുള്ളൂ. അൻസിബേനെ എടുത്ത വേറെ കുഴപ്പമുണ്ടോ? ഇത്ര നാളുകൾ പൊട്ടനായിട്ട് അഭിനയിച്ചതാണല്ലേ. ഒരു കുഴപ്പം വേണ്ട, ശരിയാക്കി തരാം ഞാൻ നിന്നോട് പറഞ്ഞ് മനസ്സിലാക്ക്. നീ അൻസിബേനെ എടുത്താലും ഞാൻ കൂടെ നിൽക്കാം. നമുക്കിപ്പോ കിടന്നുറങ്ങാം. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കിടന്നുറങ്ങാം.
ഞാനും നീയൊക്കെ വലിയൊരു എതിരാളികളാണ്. ആരെയാണ്? ജിൻഡോ ചേട്ടൻ ഒരു ബുദ്ധിമാൻ തന്നെ. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ രതീഷ് ചേട്ടൻ ജിൻഡോ ചേട്ടൻ ടീമായിട്ട് ബാക്കി 17 പേരെ നേരിടുന്നത് നമുക്ക് കാണാം. അതിനായി കാത്തിരിക്കാം. ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. അതിന്റെ റിയാക്ഷൻ നമുക്ക് നാളെ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ